PV അൻവറിൻ്റെ പുതിയ മുന്നണി വിജയിക്കുമോ? മൂന്ന് മുന്നണികൾക്കും പേടി സ്വപ്നമാകുമോ? ജനങ്ങൾ വിലയിരുത്തുന്നെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ. ന്യൂനപക്ഷങ്ങളും സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പുതിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന സ്വപ്നത്തിലേക്കാണ് PV അൻവർ MLA കാലുവെച്ച് രംഗത്തിറങ്ങുന്നത്. യുവാക്കളെയും സാധാരണക്കാരെയും ലക്ഷ്യം വെച്ചാണ് പുതിയ പാർട്ടിയുമായി മുന്നോട്ട് പോകുന്നത്. മലപ്പുറത്ത് നിന്ന് തന്നെ തുടക്കം കുറിക്കാനാണ് ആലോചന. സംസ്ഥാനത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുതിയൊരു പ്രസ്ഥാനത്തിന് വേരുറപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. മാറി മാറി ഭരിച്ച് കേരളത്തെ കുട്ടിച്ചോരാക്കിയ രണ്ട് മുന്നണിയെയും ജനം തള്ളുന്നു. LDFനെയും UDFനെയും വെറുക്കുന്ന ജനങ്ങൾ പുതിയ പ്രസ്ഥാനത്തെ സ്വാഗതം ചെയ്യും. അൻവറിൻ്റെ പുതിയ സംരംഭം മൂന്ന് മുന്നണിക്കും പേടി സ്വപ്നമാകും. ക്രമേണ പുതിയ പ്രസ്ഥാനത്തിൻ്റെ ആശ്രയമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാതെ മറ്റു മുന്നണികൾ വിഷമിക്കേണ്ടി വരും. UDFന്റെ ഭാഗത്തിരുന്നവർ, CPMനൊപ്പം സ്വതന്ത്രരായവരും പിണറായി സർക്കാരിനെ അവഗണനയ്ക്ക് ആരാകേണ്ടി വന്നവരും ലീഗിനെ വിട്ടുപോയവരും കൂടെയുണ്ടാകും. ജലീലും റസാഖും അടക്കമുള്ളവർ പിന്നിൽ വൻ ശക്തിയായി നിൽക്കുമെന്നും മലപ്പുറത്തുകാർ ഉറച്ചു വിശ്വസിക്കുന്നു. തിരൂരങ്ങാടിയിൽ മത്സരിച്ച നിയാസ് പുളിക്കലത്ത് കിസാൻ സഭ നേതാവ് എന്ന നിലയിൽ CPI ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടെങ്കിലും സജീവമല്ല. പെരിന്തൽമണ്ണയിൽ ഇത് സ്വതന്ത്രനായി മത്സരിച്ച KP മുഹമ്മദ് മുസ്തഫ 38 വോട്ടിനാണ് പരാജയപ്പെട്ടതെങ്കിലും ഇപ്പോഴും രാഷ്ട്രീയ രംഗത്ത് സജീവമല്ല. 2016 കോഴിക്കോട്ട് കൊടുവള്ളിയിൽ ഇടതു സ്വതന്ത്രനായി ജയിച്ച കാരാട്ട് റസാഖും ഇപ്പോൾ ഇടതുപക്ഷവുമായി അടുപ്പത്തിലല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ മത്സരിച്ച് തോറ്റ വിഷമം പൊന്നാനിക്കാർക്കിടയിൽ വലിയൊരു വിഭാഗത്തിനുണ്ട്. മാത്രമല്ല, ലീഗിലും വലിയൊരു വിഭാഗം അതൃപ്തരാണ്. അവരെല്ലാം അൻവർ പ്രതീക്ഷിക്കുന്നു. മൊത്തത്തിൽ മലപ്പുറത്തും തൊട്ടടുത്ത മണ്ഡലങ്ങളിലും വേരുറപ്പിക്കാൻ സാധ്യതയേറെയാണ്. UDFലും കോൺഗ്രസിലും ഇടഞ്ഞു നിൽക്കുന്നവർ ധാരാളമാണ് ഉള്ളത്. അൻവറിൻ്റെ പടപ്പുറപ്പാട് മൂന്ന് മുന്നണിക്കും പേടി സ്വപ്നമാക്കും. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ജനങ്ങൾ കലിപ്പിലാണ്. പണ്ടാണെങ്കിൽ ഇടത് വിട്ടാൽ വലത് എന്ന വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ജനങ്ങൾക്ക് രാഷ്ട്രീയക്കാരെയും പാർട്ടിക്കാരെയും നേതാക്കളെയും വെറുപ്പാണ്. പകലന്തിയോളം കഷ്ടപ്പെട്ടിട്ടും കുടുംബം കഴിയാൻ വഴിയില്ലാത്ത അവസ്ഥയാണ്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ജനങ്ങളെ തീവെട്ടിക്കൊള്ള നടത്തുകയാണെന്ന് ജനങ്ങൾ പരാതിപ്പെടുന്നു. സാധാരണ പാവപ്പെട്ടവർക്കും ഇടത്തരക്കാർക്കുമാണ് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയായത്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി. സർക്കാർ സംവിധാനം ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. ജനങ്ങൾ കടുത്ത വിഷമത്തിലാണ്. ഇതെല്ലാം PV അൻവറിന് മുതൽക്കൂട്ടാകും എന്ന ഒരു വിഭാഗം ജനങ്ങൾ കണക്കുകൂട്ടുന്നു. RSS ബന്ധമുള്ള ADGP ഇടതു ഭരണത്തിലാകാൻ പാടില്ലെന്ന് കടുപ്പിച്ച് CPI. RSS ബന്ധമുള്ള ADGP ഒരു കാരണവശാലും LDF ഭരിക്കുന്ന ഒരു സർക്കാരിൽ ഉണ്ടാകരുത് എന്ന് CPI നേതാവ് ബിനോയ് വിശ്വം ആവർത്തിച്ച് പറയുന്നു. ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് ഒരു കാരണവശാലും RSS ബന്ധം ഉണ്ടാകാൻ പാടില്ല. നിലവിലുള്ള ADGP അജിത് കുമാറിനെ മാറ്റിയേ മതിയാവൂ എന്ന് ബിനോയ് വിശ്വം തുറന്നടിച്ചു. LDF ഘടകകക്ഷികൾക്കെല്ലാം ഇതേ അഭിപ്രായമാണ് ഉള്ളത്. അധികാരം പോകുമോ എന്നവർ ഭയന്നാണ് പ്രതികരിക്കാൻ തയ്യാറാവാത്തതെന്ന് ജനങ്ങൾ വിലയിരുത്തുന്നു. നിവൃത്തികേട് കൊണ്ട് വേറെ വഴിയില്ലാതെയാണ് മാണി കേരള കോൺഗ്രസ് ഒരക്ഷരം മിണ്ടാത്തത്. പിണറായി തുടർഭരണം ജനങ്ങളെ അത്രയ്ക്ക് വെറുപ്പിച്ചു. ഇടതുപക്ഷത്തിൽ നിന്ന് ജനങ്ങൾ ഒരുപാട് അകന്നു പോയി കഴിഞ്ഞു. NCP അടക്കം എല്ലാ ഘടകകക്ഷികളിലും അഭിപ്രായ വ്യത്യാസവും മുറുമുറുപ്പും അതൃപ്തിയും പുറത്തു വരുന്നുണ്ട്. LDFിലെ പ്രധാന ഘടകകക്ഷിയായ CPIയിൽ കുറെ കാലമായി പിണറായി ഭരണത്തിൽ കടുത്ത അതൃപ്തിയിലാണ് ഉള്ളത്. അതിൻ്റെ സൂചനകൾ കഴിഞ്ഞകാല നടന്ന പാർട്ടി യോഗങ്ങളിൽ പരസ്യമായി പ്രതിഫലിക്കാൻ തുടങ്ങിയതും വാർത്തയായതാണ്. CPI സംസ്ഥാന സെക്രട്ടറിമാരിൽ ചിലർ പാർട്ടിയെ CPMന്റെ തൊഴുത്തിൽ കെട്ടുകയാണെന്നും പാർട്ടി പ്രവർത്തകരിൽ നിന്നും ആരോപണങ്ങൾ ഉയർന്നു വരുന്നതാണ്. ഞങ്ങളുടെ സഹായമില്ലാതെ ഒരു സീറ്റിൽ പോലും CPI ജയിക്കാനാകില്ലെന്ന് CPI പലപ്പോഴും പരസ്യമായി പറയാറുള്ളത് അണികളിൽ ആശങ്കയാണ്. ഭീകരാക്രമണ ഭീതി. മുംബൈ നഗരത്തിൽ കനത്ത സുരക്ഷ. ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര ഏജൻസികളുടെ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ മുംബൈ നഗരത്തിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു.
ജനത്തിരക്കുള്ള സ്ഥലങ്ങളിലും ആരാധനാലയങ്ങളിലും സുരക്ഷ വർദ്ധിപ്പിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിക്കാനും നിർദ്ദേശമുണ്ട്. സുരക്ഷാ കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ ഉദ്യോഗസ്ഥർക്ക് സിറ്റി പോലീസ് കമ്മീഷൻ പ്രത്യേക നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ആഘോഷകാലമായതിനാലും നവംബറിൽ തിരഞ്ഞെടുപ്പുമായുമാണ് സുരക്ഷ കൂട്ടുന്നതെന്നാണ് പൊതുവെ പറയുന്നത്. ശക്തമായ എതിർപ്പുകൾക്കിടയിലും ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രി, സെന്തിൽ ബാലാജി വീണ്ടും മന്ത്രിയാകുന്നു. കുടുംബാധിപത്യം ഊട്ടിയുറപ്പിക്കാൻ DMK. കൂടുതൽ എതിർപ്പുകൾ പല ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോഴും അതെല്ലാം തള്ളിക്കൊണ്ടാണ് മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി ഉപമുഖ്യമന്ത്രി ആകുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജാമ്യം നേടിയ മുൻ ഗതാഗത മന്ത്രി സെന്തിൽ ബാലാജിയും വീണ്ടും മന്ത്രിയാകുന്നു. ഇതു സംബന്ധിച്ച് മുഖ്യമന്ത്രി ഗവർണർക്ക് കത്ത് നൽകി. ഇന്ന് ഉച്ചയ്ക്ക് 3:30 സത്യപ്രതിജ്ഞ നടക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഉദയനിധിക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പാക്കിയത്. ഉദയനിധിയെ ഇപ്പോൾ തന്നെ പാർട്ടി നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ ഉദയനിധിയുടെ അമ്മ ദുർഗ നിർബന്ധം പിടിക്കുന്നതായി പറയുന്നു. കരുണാനിധിയുടെ പഴയ മണ്ഡലം പേരമകന് നൽകി ജയിപ്പിച്ചാണ് കായിക മന്ത്രി സ്ഥാനം നൽകിയത്. നടൻ എന്ന നിലയിലും ആരാധകർ ധാരാളമുണ്ട്. എത്രയോ സീനിയർമാർ പാർട്ടിയിൽ ഉണ്ടായിട്ടും സ്വന്തം മകനെ പരിഗണിക്കുന്നതിൽ വലിയ എതിർപ്പാണ് ഉള്ളതെങ്കിലും അതൊന്നും സ്റ്റാലിൻ വകവയ്ക്കാറില്ല. സംസ്ഥാനത്തെ രോഗഭീതി. 2 പേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം. 2 മാസത്തിനിടെ 14 പേർക്ക് രോഗം ബാധിച്ചു. രോഗം ബാധിച്ച 3 പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിയുകയാണ്. ഓഗസ്റ്റ് 10 പഞ്ചായത്തിലെ 3-ാം വാർഡിൽ ഇടമൺനില പേരേടം മുക്ക് സ്വദേശിയായ യുവതിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചാണ് തിരുവനന്തപുരം ജില്ലയിൽ ആദ്യ കേസ്. നാവായിക്കുളം പഞ്ചായത്തിൽ ജലാശയങ്ങളിൽ കുളിക്കരുതെന്നും 80ഓളം മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് അവഗണിച്ച് കുളത്തിൽ ഇറങ്ങിയ ഡീസന്റ് മുക്ക് സ്വദേശിയായ +2 വിദ്യാർത്ഥിക്കാണ് കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചത്. ജനങ്ങൾ രോഗഭീതിയിലാണ്. NCPയിലെ ചേരിപ്പോര്. തോമസ് കെ തോമസിന് മന്ത്രിയാകാൻ ഒക്ടോബർ 3 മുഖ്യമന്ത്രിയെ കാണും. AK ശശീന്ദ്രന് പകരം NCP പ്രതിസന്ധിയിലായി. കുട്ടനാട് MLA തോമസ് കെ തോമസ് മന്ത്രിസ്ഥാനത്തേക്ക് പാർട്ടി നേതൃത്വ തീരുമാനം മുഖ്യമന്ത്രിയുമായി അടുത്ത മാസം 3 നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പാർട്ടി തീരുമാനം അറിയിക്കും. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ, AK ശശീന്ദ്രൻ, തോമസ് കെ തോമസ് MLA എന്നിവർ ഒരുമിച്ച് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് മന്ത്രി മാറ്റം അറിയിക്കാനാണ് ഉദ്ദേശം. ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന്റെ നിർദ്ദേശം പവാറുമായി സംസ്ഥാന നേതാക്കൾ നടത്തിയ ചർച്ചയിലാണ് ഈ തീരുമാനം ഉണ്ടായിട്ടുള്ളത്. പവാറിന്റെ വിശ്വസ്തനായ PC ചാക്കോവിനെ അധ്യക്ഷ സ്ഥാനത്ത് ഇരുത്തിയത് തെറ്റായി പോയോ എന്ന് ചിലർ കരുതുന്നു. AK ശശീന്ദ്രനെ വിട്ട് തോമസ് കെ തോമസിനെ പിന്തുണയ്ക്കുന്ന അതിൻ്റെ രഹസ്യം എല്ലാവർക്കും നല്ലപോലെ അറിയുമെന്നാണ് പറയുന്നത്.